25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. മമ്മിക്കുട്ടി എംഎൽഎയുടെ ഭരണപരാജയം ഷൊർണൂരിൽ ബിജെപിക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ. മമ്മിക്കുട്ടി എംഎൽഎയുടെ ഭരണപരാജയം ഷൊർണൂരിൽ ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നാണ് ബിജെപി പറയുന്നത്. നിയമസഭയിൽ മണ്ഡലത്തിന് വേണ്ടി സംസാരിക്കുന്ന എംഎൽഎയെ കണ്ടിട്ടില്ലെന്നും മണ്ഡലത്തിൽ വലിയ ദുരിതങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും ബിജെപി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ പറഞ്ഞു. ഈ മമ്മിക്കുട്ടി എന്നുള്ള എംഎൽഎയുടെ ഭരണപരാജയം എന്ന് പറയും. അദ്ദേഹം ഷൊർണൂരിന് വേണ്ടി നിയമസഭയിൽ ഒരു തവണ പോലും എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ജനങ്ങൾ കണ്ടിട്ടില്ല. ഷൊർണൂർ മണ്ഡലം രണ്ട് പ്രധാന നഗരങ്ങളുള്ള, എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലെ ഏക മണ്ഡലമാണ്. 2 മുനിസിപ്പാലിറ്റികളാണ് ഷൊർണൂരിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ 2 അസംബ്ലി മണ്ഡലങ്ങളാവേണ്ട ഒരു മണ്ഡലമാണ്. ഈ 2 സ്ഥലത്തിലും ജനങ്ങൾ വ്യാപകമായ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഭാരതപ്പുഴയും തൂതപ്പുഴയും ഉണ്ടായിട്ടും മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എംഎൽഎ പരാജയമാണെന്നും പി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം വിലയിരുത്തുന്ന ജനങ്ങൾ സമഗ്ര മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതപ്പുഴ അടുത്തുണ്ടായിട്ട് ഇപ്പോഴും ഷൊർണൂരിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കർ ലോറികളെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം. അത് സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലും തൂതപ്പുഴ ഉണ്ടായിട്ടും ആ മേഖലയിലും കുടിവെള്ള പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. റോഡുകൾ, അതേപോലെ വീടുകളുടെ പ്രശ്നങ്ങൾ, ഇത്ര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ജംഗ്ഷൻ ഉണ്ടായിട്ടും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കാൻ നിലവിലെ എംഎൽഎക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടി പരാജയം. സിപിഎമ്മിൽ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതായും പ്രതീക്ഷ വാങ്ങിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആയിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ എന്നും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊന്നും തന്നെ കൃത്യമായിരുന്നില്ല എന്നും പി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസിൻ്റെയും ഇതിന് വലിയ ഭിന്നതയൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഇതിൽ നിന്ന് വിഭിന്നമല്ല, ഭിന്നതയില്ല എന്നല്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വളരെ വൈകി. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും ഓടിയെത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസിൻ്റെ പല ഭാഗത്തും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പ്രതീക്ഷ മങ്ങിയ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിനും അവിടെ ഉണ്ടായത്. ഷൊർണൂർ മണ്ഡലത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശങ്കുട്ടി ദാസ് എന്നും വികസന പ്രവർത്തനങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാനും ശങ്കുട്ടി ദാസിന് കഴിയുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്താൻ അത് നടപ്പിലാക്കാൻ അത് ശങ്കുട്ടി ദാസിനെ കഴിയൂ എന്നൊരു തിരിച്ചറിവ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശങ്കുട്ടി ദാസ് ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ വിജയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.